പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ വിഷയം നമ്മൾ രണ്ട് ക്ലാസ് മുമ്പ് എടുത്ത ഒന്ന് രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പൊരു ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കഴുത്തിന് മുകളിൽ വെട്ടാൻ പറയുന്ന വേദഗ്രന്ഥമോ എന്ന ടൈറ്റിലിൽ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ 8:12 അതിനെ വിശദീകരിക്കാൻ അതെടുത്ത വചനം അതാണ്. 8-ാം അധ്യായം 12-ാമത്തെ വചനം. അതിൽ കഴുത്തിന് മുകളിൽ വെട്ടണോ എന്നുള്ളതിന് നമ്മൾ വെട്ടുകയാണോ എന്നുള്ളത് വിശദമായി വിശദീകരിക്കേണ്ടായി. അതിൽ ഫൊലരിബു എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് തിരഞ്ഞെടുക്കാൻ കാരണങ്ങളുണ്ട് എനിക്ക്. അതെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സഹോദരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടായി, എന്നോട് വ്യക്തിപരമായി സംസാരിക്കേണ്ടായി. എൻ്റെ വ്യക്തിപരമായി വളരെ അടുത്ത് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളും പണ്ഡിതന്മാരുമാണ്. അപ്പം ഞാനവരോട് പറഞ്ഞത്, സഹോദരങ്ങളെ, നമ്മൾ 60ഓളം സ്ഥലങ്ങളിൽ ഈ ലറബയും ലറബയിൽ നിന്ന് വന്ന മറ്റു പദങ്ങളും ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, 60ഓളം സ്ഥലങ്ങളിൽ, 58 59 കൃത്യമാണ്, 60-ന് 1-2 കമ്മി ഉണ്ടാവും. അതാണ് 60ഓളം സ്ഥലങ്ങളിൽ ഈ ലറബ അല്ലെങ്കിൽ എലിരിബു അല്ലെങ്കിൽ ഇലിരിബ് അല്ലെങ്കിൽ ലറബ്തും അല്ലെങ്കിൽ എലിരിബൂന, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഈ കലിമത്ത്, ഈ പദവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വന്നിട്ടുണ്ട് 60ഓളം സ്ഥലങ്ങളിൽ. അതിൽ 50ഓളം സ്ഥലങ്ങളിൽ എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ തന്നെ പാരമ്പര്യമായിട്ട് അത് തന്നെയല്ലേ അർത്ഥം പറയുന്നത്, വിശദീകരിക്കുക, വിവരിച്ചു കൊടുക്കുക എന്നുള്ളത്. ലറബല്ലാഹു മസലൻ അല്ലെങ്കിൽ എലിരിബുല്ലാഹു ലഹുമുൽ അംസാല എന്നൊക്കെ പറയുന്ന, ഇങ്ങനെ അത്തരം ഒരു പ്രയോഗം തന്നെ നിരവധി സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. കൂടുതൽ സ്ഥലവും അതാണ്, ലറബല്ലാഹു മസലൻ എലിരിബു ലക്കുമുൽ അംസാല എന്നൊക്കെ പറഞ്ഞിട്ട്, അലം തറ കൈഫ ലറബല്ലാഹു മസലൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അള്ളാഹു ഒരു മസലിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് 50ഓളം സ്ഥലങ്ങളിൽ വിവരിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് പാരമ്പര്യമായി വിശദീകരിക്കുന്ന എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ വിശദീകരിക്കുന്നത്. പിന്നെ ഈ ഒരൊറ്റ വചനത്തിലാണ് വെട്ടുക എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത് എൻ്റെ സഹോദരങ്ങൾ. ഈ ഒരൊറ്റ വചനത്തിലാണ് ഫൊലരിബു ഫൗക്കൽ അയനാക്കി വലരിബു കുല്ല ബനാൻ എന്ന് പറയുന്ന ഈ വചനത്തിൽ മാത്രമാണ് വെട്ടുക എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ആ കൊടുത്ത അർത്ഥം തന്നെയല്ലേ ഇവിടെയും നമ്മൾ നൽകേണ്ടത്. അങ്ങനെ നൽകുമ്പോൾ അതൊരു എക്കാലത്തും പ്രായോഗികമായ ഒരു തത്വശാസ്ത്രമായിട്ടൊരു ദർശനമായിട്ട് അത് ഇവിടെ നിലനിൽക്കില്ലേ? അതല്ലേ എൻ്റെ സഹോദരങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഏത് കാലഘട്ടത്തിലും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന, ഏത് മനുഷ്യനും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന തൻ്റെ ഉള്ളിലെ ചിന്തകൾ, ഫിക്റുകളില്ലാതായി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളുടെയും മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിശദീകരിച്ചു കൊടുത്ത് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യൻ്റെ ഉള്ളിലും നടപ്പിലാക്കേണ്ട കാര്യം തന്നെയല്ലേ എന്ന് ഞാൻ ചോദിക്കേണ്ടത്. ഇനി അടിക്കുക എന്ന അർത്ഥം പറയുന്ന ഏതാനും സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ അതല്ല, നമ്മളൊന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു. നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ പോലും അതല്ല. ഇപ്പോൾ നമ്മൾ മൂസയുമായി ബന്ധപ്പെട്ടാണ് ഒരു വചനം, ഫൊലരിബു ഫൗക്കൽ ഫൊലരിബി അസാക്കൽ ഹജറ എന്ന് പറയുന്നുണ്ട്. വൈദസ്തസ്ക മൂസാലി കൗമിഹി ഫക്കുൽ ലറിബി അസാക്കൽ ഹജറ.
മൂസയോട് ഈ ജ്ഞാനത്തിൻ്റെ, ആത്മീയ ജ്ഞാനത്തിൻ്റെ ജലമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യബുദ്ധിയോട് ഓരോരുത്തരുടെയും അന്വേഷണമാണ് ആത്മീയ ജ്ഞാനത്തിൻ്റെ ഈ ജലം തേടുക എന്നുള്ളത്. അങ്ങനെ തേടുമ്പോഴാണ് മൂസയുടെ വടി എന്താണെന്നുള്ളത് പിന്നെ വിശദീകരിക്കണം. അത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. അത് ഇൽമു ഇലാഹിയാണ്, ദൈവികമായ അറിവാണത്. ആ അറിവ് കൊണ്ട് ശിലയായി തീർന്ന മനുഷ്യ ഹൃദയങ്ങളിൽ അല്ല, ശിലാസമാനമായ മനുഷ്യ ഹൃദയങ്ങളിലല്ലേ അടിക്കേണ്ടത്? ആ മനുഷ്യ ഹൃദയങ്ങൾക്കല്ലേ ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? അതാണ് പറയുന്നത്. അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അവരിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ അരുവികൾ, അറിവിൻ്റെ അരുവികൾ, സ്നേഹത്തിൻ്റെ അരുവികൾ അവരിൽ നിന്ന് പൊട്ടിയൊഴുകുക. അത് ആ 12 അരുവികൾ ഏതൊക്കെയാണെന്നുള്ളത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അത് പിന്നീട് ഞാൻ വിശദീകരിക്കാം. 12 ഐനുകൾ ഖുർആൻ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ തലങ്ങളാണത് വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെയും ഇൽരിബി അസാക്കൽ ഹജറ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാറയിൽ പോയി തല്ലാനോ അടിക്കാനോ അല്ല പറയുന്നത്. എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാണ്. മറിച്ച് സുമ്മ കസത്ത് കുലൂബുഹും ഫൊഹിയക്കൽ ഹിജാറത്തി എന്ന് പറയുന്നുണ്ടല്ലോ മൂസയുടെ സംഭവവുമായി ബന്ധപ്പെട്ട്. അവരുടെ ഹൃദയങ്ങൾ കഠോരമായി തീർന്നു. ഏതുപോലെ? ശിലകളെ പോലെ, കല്ലുകളെ പോലെ. അങ്ങനെ കല്ലായി തീർന്ന, ശിലയായി തീർന്ന മനുഷ്യ ഹൃദയങ്ങളുണ്ട്. കാരുണ്യം എന്താണെന്ന് അതിൽ നിന്ന്, കാരുണ്യത്തിൻ്റെ നീരുറവ അതിൽ നിന്ന് പൊട്ടി ഒഴുകുകയില്ല. അത്രമാത്രം കഠിന ഹൃദയരായ കല്ലുപോലെ ഉറച്ച മനുഷ്യ ഹൃദയങ്ങളുണ്ട്, ചിന്തകളുണ്ട്. അത്തരം ചിന്തകളിലേക്കാണ്, ഹൃദയങ്ങളിലേക്കാണ് ഈ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവരിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ 12 അരുവികൾ പൊട്ടിയൊഴുകും എന്ന് പറയുന്നത്. അത് കമാല്, പൂർണ്ണതയെയാണ് 12 സൂചിപ്പിക്കുന്നത്. ആ 12 അരുവികൾ ഏതൊക്കെയാണെന്ന് ഖുർആൻ വ്യക്തമായി, ജ്ഞാനത്തിൻ്റെ ഏതൊക്കെയാണ് ആ 12 അരുവികൾ എന്ന് ഖുർആനിൽ വ്യക്തമായി വിശദീകരിക്കുന്നുമുണ്ട്. അത് ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നമ്മുടെ വേറൊരു ക്ലാസ്സായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും പിന്നീടൊരിക്കൽ. അപ്പോൾ അതല്ലേ നമ്മൾ പിന്നെ സ്ത്രീകൾ അടിക്കൽ, അത് വേറെ വിഷയമായതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന റജൽ എന്ന് പറഞ്ഞ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസം തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ ക്ലാസ്സിന് ശേഷമേ ആ വചനം വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഏതായാലും വൈജ്ഞാനികമായി ഉയർന്നു വരുന്ന ആളുകൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമാക്കി വ്യക്തമാക്കി കൊടുക്കണം എന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സൂറത്ത് അൻഫാലിൽ തന്നെ 50-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അവിടെയും ഇവർ മലക്കുകൾ അടിക്കുക എന്നുള്ളതാണ് അർത്ഥം പറയുന്നത്. അത് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടില്ല. കാരണം അത് അത്രയൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത് എൻ്റെ ഈ ക്ലാസ്സിൽ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കുകയാണ്. വലൗത്തറ ഇത് യതവഫല്ലദീന കഫറു അൽ മലായികത്തു യളിരിബൂന വുജൂഹഹും വ അദ്ബാറഹും എന്ന് പറയുന്നത്. മലക്കുകൾ കാഫറുകളെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് യളിരിബൂന എന്ന് പറയുന്ന മറ്റ് ഒരു വാക്ക്. ഇതിന് സമാനമായൊരു വാക്ക് സൂറത്ത് മുഹമ്മദിലും വിശദീകരിക്കുന്നുണ്ട്. 47-ാം അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ. സൂറത്ത് മുഹമ്മദിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ ഇത് വിശദീകരിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ ഇത് യതവഫൽ മലായികത്തു എന്ന് പറഞ്ഞാൽ യതവഫ എന്ന് പറയുന്നത് മരിപ്പിക്കുക എന്നല്ല. ഒരു വാക്കിൻ്റെ അർത്ഥത്തെ നമ്മൾ എന്തിനാണ് സഹോദരങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്? ശാരീരികമായ, ഫിസിക്കലായ ഒരു മരണത്തെക്കുറിച്ച് തന്നെ ഖുർആൻ സംസാരിക്കുന്നില്ല. എന്നിട്ടല്ലേ പിന്നെ മലക്കുകളുടെ അടിക്കൽ? ശാരീരികമായ മരണത്തെക്കുറിച്ചല്ല, ആത്മീയമായ മരണത്തെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത് മുഴുവൻ. അത് മൗത്തും ഹയാത്തും നമ്മൾ വിശദീകരിക്കും. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി.
ഇവിടെ ഈ വചനം മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഇത് യതവഫ അൽ മലായിക്കത്തു, ഇത് വലൗ തറ, ഇത് യതവഫല്ലദീന കഫറു അൽ മലായിക്കത്തു. നീ ഗ്രഹിക്കുന്ന വേളയിൽ, നീ കാണുക എന്ന് പറഞ്ഞാൽ അതാ ഇദ്റാക്കാണ്, മനസ്സിലാക്കുക, നീ മനസ്സിലാക്കുക. ഇത് യതവഫല്ലദീന കഫറു അൽ മലായിക്കത്തു, മലക്കുകൾ ചിന്തകൾ മുരടിച്ച ആളുകൾക്ക്, സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് അവർക്ക് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത നൽകും എന്നാണ് പറയുന്നത്. യതവഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം, പൂർത്തീകരിച്ചു കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, മരിപ്പിക്കുക എന്നല്ല. ഖുർആനിലൊരു സ്ഥലത്തും വഫ യതവഫ അർത്ഥം ഇല്ല. ഔഫു എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കൂ എന്നാണ്. ഔഫുൽ ഉഹൂദ്, ഉടമ്പടികൾ, കരാറുകൾ പൂർത്തീകരിക്കൂ എന്നാണ്. ഇബ്രാഹിമുല്ലദി വഫ എന്ന് പറഞ്ഞാൽ മരിച്ച ഇബ്രാഹിം എന്നല്ല, തൻ്റെ ജ്ഞാനത്തിൻ്റെ എല്ലാ പൂർണ്ണതകളിലേക്കും എത്തിയ ഇബ്രാഹിം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്രാഹിമുല്ലദി വഫ. അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗത്തിഹ എന്ന് പറയുന്നതും അതാണ്. തൻ്റെ ഈഗോയിൽ നിന്ന്, തൻ്റെ നെഗറ്റീവുകളിൽ നിന്നൊരു ഏത് നഫ്സുകൾ മാറാൻ തയ്യാറാകുന്നുവോ അതാണ് മൗത്ത്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് മൗത്ത്. അപ്പോഴാണ് അള്ളാഹു അവർക്ക് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത നൽകുക. അവർ നിൽക്കുന്ന അവരുടെ നഫ്സിൽ നിന്ന് അവർ മാറാൻ തയ്യാറാകണം. അതാണ് ആ മനസ്സിൻ്റെ മരണം എന്ന് പറയുന്നത്. അതാണ് മനസ്സുകൾ മരിക്കുക എന്ന് പറയുന്നത്. സ്വന്തം ഈഗോയുടെ, അഹങ്കാരത്തിൻ്റെ, അജ്ഞതയുടെ ആ മനസ്സ് മരിക്കുകയാണ് ചെയ്യുന്നത്. അത് മരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അത് മാറുമ്പോഴാണ് അള്ളാഹു അവർക്ക് ജ്ഞാനപൂർണ്ണത നൽകുന്നത് എന്നാണ്. മലക്കുകൾ ഞാൻ പറഞ്ഞല്ലോ നാഖിലു അൽ ഉലൂമാണ്, അറിവുകൾ എത്തിക്കുന്ന മനുഷ്യ ബുദ്ധിയുടെ കഴിവിനെയാണ് മലായിക്കത്ത് എന്ന് പറയുന്നതെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലക്കുകളാണ് സത്യത്തെ മൂടിവെക്കുകയും സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന മലക്കുകൾ. അവരാണ് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. യദ്രിബൂന, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് അതിനെക്കുറിച്ചുള്ള ലിയാവും റുയത്തും ബയാനും കൊടുത്തുകൊണ്ട്, വുജൂഹും അവർ എന്തൊക്കെ വീക്ഷണങ്ങളാണ് അവർക്കുള്ളത് എന്നുള്ളതിനെക്കുറിച്ച്. അതാണ് വജ്ഹ് എന്ന് പറയുന്നത്. അവരുടെ നമ്മുടെ പദാർത്ഥപരമായ മുഖമല്ല, നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് അതാണ്. ഒരാളുടെ ഫേസ് എന്ന് പറയുന്നത് അയാളുടെ ഈ ശാരീരികമായ മുഖത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ ഒരു ഗ്രന്ഥത്തിൽ അത് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി, ആകാശത്ത് നിൻ്റെ മുഖം കടന്നു മറിയുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല. നമ്മുടെ മുഖമാണോ, മുഹമ്മദ് നബിയുടെ മുഖമാണോ ആകാശത്ത് കടന്നു മറിഞ്ഞിരുന്നത്? വീക്ഷണങ്ങളുടെ അത് നബിയുടെ വജ്ഹാണ്, അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. ഉന്നതമായ അറിവിൻ്റെ ആകാശങ്ങളിൽ കടന്ന് തഖ്ലീബുൽ അഫ്കാറാണ്, ചിന്തയുടെ മാറിമറിയലുകളാണത്. ഉന്നതമായ അറിവിൻ്റെ മേഖലകളിൽ കടന്നിട്ട് അതാണ് കഥനറാ തഖല്ലുബ വജ്ഹിക. എപ്പോഴാ ജിബ്രീൽ വരിക എന്ന് നോക്കി ആകാശത്തേക്ക് നോക്കി നടക്കുകയായിരുന്നു എന്നല്ല. അങ്ങനെയാണ് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. എപ്പോഴാണ് ഈ ഖിബിലയൊന്ന് മാറ്റിത്തരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരിക എന്നതും നോക്കി ആകാശത്തേക്ക് നോക്കി നടക്കുകയായിരുന്നു. എത്ര വിശാലമായ ഒരു വചനത്തെയാണ് ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങൾ കൊടുത്ത് അതിനെ സങ്കുചിതമാക്കി തീർക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ. നമ്മുടെ വ്യൂകളാണ്, നമ്മുടെ വീക്ഷണങ്ങളാണ് ഉന്നതമായ അറിവിൻ്റെ ആകാശങ്ങളിൽ കടന്ന് ആ ചിന്തകളുടെ ലോകത്ത് കടന്ന് മറിയുന്നത്. ശരി കണ്ടെത്താൻ, യാഥാർത്ഥ്യം കണ്ടെത്താൻ. അപ്പോൾ അതാണ് വജ്ഹ്. വേറൊരു വിഷയമായിട്ട് പറയണം, ഞാനൊന്ന് സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതാണ് വജഹ് എന്നുള്ളത് വേറൊരു വിഷയമായിട്ട് നമ്മൾ പറയേണ്ടതാണ്. അപ്പം വുജൂഹിനടുക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ മുഖത്തടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്നല്ല, അങ്ങനെ പഠിച്ചത്. കാഫിര്യങ്ങളെ അള്ളാഹു മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന വേളയിൽ അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗത്തും അടിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ തദ്ബീറുകളല്ലേ, അവരുടെ തദബ്ബുറുകളല്ലേ, അവരുടെ ചിന്തകളെയല്ലേ, അവരേതൊക്കെ ചിന്തകളിലായിരുന്നു എന്നുള്ളത് അവർക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ്, വ്യക്തമാക്കിക്കൊടു തങ്ങൾ ഇതുവരെ എന്തൊക്കെയാണ് തദ്ബീർ ചെയ്തിരുന്നത്, ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നും അന്വേഷിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതും അവരുടെ വീക്ഷണങ്ങളും ചിന്താഗതികളും എന്തായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കി വിശദീകരിച്ചു കൊണ്ടാണ് അവരെ ജ്ഞാനപൂർണതയിലേക്ക് മലക്കുകൾ കൊണ്ടുവരിക എന്ന പോസിറ്റീവായ ഒരു തലത്തെ കാഫിറുകളെ മരിപ്പിക്കുമ്പോൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട്, ദബറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നല്ലേ, തദ്ബീർ, ഫൽ മുദബ്ബിറാത്തി അംറ അഫലാ യതദബ്ബറൂനൽ ഖുർആന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവർ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ എന്നുള്ളത്, അതല്ലേ അദ്ബാർ. വല്ലാ മുദ്ബിറൻ എന്ന് പറയുന്നുണ്ടല്ലോ ഫിർഔൻ, വല്ല അദ്ബറ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊന്നൊക്കെ പിന്ന് കാട്ടിപ്പോയി എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, പിൻഭാഗം കാട്ടിപ്പോയി എന്നൊക്കെ. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഖുർആൻ ഉപയോഗിച്ച വാക്കുകളെ അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിൽ നിന്നും മാറ്റി അതിന് പ്രത്യേകമായ ചില സന്ദർഭങ്ങളും അവതരണ കാരണങ്ങളും ഉണ്ടാക്കി വിശാലമായി നൽകേണ്ട അർത്ഥതലങ്ങളെ വളരെ പരിമിതപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ വൈദാ ലറബ്തും ഫി സബീലില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂറത്ത് അന്നിസായിൽ പറയുന്നുണ്ട്, 94-ാമത്തെ വചനാണെന്നാണ് ഒരു ഓർമ്മ. സൂറത്ത് അന്നിസായിൽ എന്താ പറയുന്നത്? ഇതാ ലറബ്തും ഫി സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ലറബ്ത്തും എന്ന് പറഞ്ഞാൽ അവിടെ യാത്ര ചെയ്താൽ എന്നാവും പറയാം. അള്ളാഹുവിൻ്റെ സബീലിൽ എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ്. സബീലുള്ള എന്ന് പറഞ്ഞാൽ സബീലുൽ മഅരിഫത്ത്, അറിവിൻ്റെ വഴിയാണ്, ജ്ഞാനത്തിൻ്റെ വഴിയാണ്. അതാണ് യുഖാത്തിലൂന ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞാൽ ദൈവമാർഗത്തിൽ ഖത്ൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടുന്നതിന് വേണ്ടി പൈശാചികതയെ മുഴുവൻ തന്നിൽ നിന്ന് അറുത്ത് കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഖിതാലും ഫി സബീലില്ലാഹി. അപ്പോൾ സബീലുള്ള എന്ന് പറഞ്ഞാൽ സബീലുൽ മഅരിഫത്താണ്, അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ ഫതബയ്യനു, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്ന് പറയുന്നത്. തിബിയാനു വേണം, തിബിയാൻ, അതാണ് തബയ്യനു. അത് പിന്നെ കൂടുതൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വിശദീകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ലറബ്തും ഫി സബീലില്ലാഹി എന്ന് പറഞ്ഞാലും ലറബ്തും ഫിൽ അർലി എന്നൊക്കെ പറഞ്ഞാൽ യാത്ര പോകുക എന്നല്ല. ലറബ്തും ഫിൽ അർലി എന്ന് പറയുന്നത് അറിവിൻ്റെ ഭൂമികയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ജ്ഞാനഭൂമികയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ ജ്ഞാനഭൂമികയിലൂടെ സഞ്ചരിച്ച് യാഥാർത്ഥ്യം കണ്ടെത്താൻ, വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള യാത്രയാണത്. അതാണ് വൈദാ ലറബ്തും ഫിൽ അർലി എന്നുള്ളതൊക്കെ. അല്ലാതെ ഭൂമിയിൽ അടിക്കുക എന്നോ അവിടെ ഭൂമിയിൽ നടന്നു പോവുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ അടിക്ക് ഒരു പ്രസ്താവന ഇറക്കി പറഞ്ഞതല്ല. ഒറ്റ അടിക്ക് അന്ധമായിട്ടൊരു പ്രസ്താവന ഇറക്കി ലറബക്ക് എല്ലായിടത്തും തന്നെ ലിയാവും റുയത്തും ബയാനും കൊടുക്കലാണ്, വ്യക്തമായ വെളിച്ചവും കാഴ്ചപ്പാടും വിവരണവും കൊടുക്കലാണ് ലറബക്ക് അർത്ഥം എന്ന് അന്ധമായി പറഞ്ഞതല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആനിൽ വന്ന എല്ലാ ലറബയും എലിരിബൂനെയും ഇലിരിബു എന്നുള്ളതും എല്ലാം പരിശോധിച്ച ശേഷം പൂർണ്ണമായും അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ ബോധ്യം പങ്കുവെക്കുകയാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങൾ എടുക്കണ്ടേ എന്നുള്ളത് വേറെ കാര്യം, അത് നിങ്ങളുടെ ബോധ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1-2 കേൾക്കുമ്പോഴത്തേന് എടുത്ത ആളൊന്നുമല്ല. 1-2-3 ആയത്ത് വചനങ്ങൾ
കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അർത്ഥം അത് തന്നെയാണല്ലോ, അപ്പോൾ എല്ലായിടത്തും അത് തന്നെ ആയിരിക്കും എന്നാണ് കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങോട്ട് സ്വീകരിച്ചതല്ല. ഓരോ വചനങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ഏതൊരാശയത്തിലാണോ നിൽക്കുന്നത് ആ ആശയത്തിൽ തന്നെ നിങ്ങൾ നിൽക്കൂ എന്നാണ് പറയുന്നത്. ഞാനീ പറയുന്ന ആശയം എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ആ ബോധ്യപ്പെടുന്നത് വരെ വ്യക്തമായി മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നത് വരെ എൻ്റെ സഹോദരങ്ങൾ അത് സ്വീകരിക്കരുത് എന്നാണ് ഞാൻ പറയാം. കാരണം അവനവൻ്റെ ബോധ്യമാണ് അവനവൻ്റെ ശരി എന്ന് പറയുന്നത്. എൻ്റെ ബോധ്യം നിങ്ങളുടെ ശരിയല്ല, അത് നിങ്ങൾക്ക് ഊഹം മാത്രമാണ്. നിങ്ങളുടെ ബോധ്യങ്ങൾ എൻ്റെ ബോധ്യമല്ല, അത് എന്നെ സംബന്ധിച്ച് ഊഹങ്ങൾ മാത്രമാണ്. അത് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അത് എൻ്റെ ശരിയായി മാറുന്നത്. അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.